ബിന്ദു ചേച്ചിയും ഞാനും. ആ ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നു ബിന്ദു ചേച്ചിയെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഞാൻ മനു. എന്റെ ജീവിതത്തിൽ നടന്ന മറക്കാൻ പറ്റാത്ത ഒരു സംഭവമാണ് ഇത്. അന്ന് ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലം. എന്റെ വീടിന് അടുത്തായി ആണ് ബിന്ദു ചേച്ചി താമസിക്കുന്നത്. ചേച്ചിയെ നോക്കി വെള്ളം ഇറക്കാത്തവരായി ആ നാട്ടിൽ ആരും ഇല്ല. അന്ന് ഒരു ദിവസം ഞാൻ വീട്ടിൽ തനിച്ചുള്ള സമയം. ബിന്ദു ചേച്ചി വീട്ടിലേക്ക് വന്നു. എവിടെയോ പോയിട്ട് വന്നതാണ്, സെറ്റ് സാരിയാണ് വേഷം. മനു കുറച്ചു മുരിങ്ങയില പറിച്ചു തരുമോ? ഞാനും ചേച്ചിയും കൂടി പറമ്പിൽ പോയി. ഞാൻ ഇല പറിച്ചു തിരിഞ്ഞു നോക്കിയപ്പോൾ ചേച്ചിയുടെ വിയർത്തു ഒലിക്കുന്ന കക്ഷം നോക്കി ചേച്ചി നിൽക്കുന്നു. ഞാൻ അത് കണ്ടു എന്ന് ചേച്ചിക്കും മനസ്സിലായി. വല്ലാതെ ചൂടാണ്, മുഴുവൻ വിയർത്തു നാറി. അത്രയ്ക്ക് നാറ്റം ഒന്നും കാണില്ല, ഞാനും വിട്ടുകൊടുത്തില്ല. അല്ലെങ്കിലും പെണ്ണുങ്ങളുടെ കക്ഷം ആണുങ്ങൾക്ക് ഒരു ഹരം ആണ്. ചേച്ചി അങ്ങനെ പറയും എന്ന് ഞാൻ കരുതിയില്ല. മുരിങ്ങയിലയുമായി ഞങ്ങൾ ചേച്ചിയുടെ വീട്ടിൽ എത്തി. ചേച്ചിയുടെ ശരീരത്തിൽ നിന്നും വരുന്ന ഗന്ധം എന്റെ എല്ലാ നിയന്ത്രണവും കളഞ്ഞു. ആ ഒരു നിമിഷം ഞാൻ എല്ലാം മറന്നു ബിന്ദു ചേച്ചിയെ എന്നിലേക്ക് ചേർത്ത് പിടിച്ചു. മനു ആരെങ്കിലും കാണും. ഞങ്ങൾ വാതിൽ അടച്ചു. ഒരു നിമിഷം കൊണ്ട് ചേച്ചിയുടെ വസ്ത്രങ്ങൾ മുഴുവൻ ഞാൻ പറിച്ചെറിഞ്ഞു. വിയർപ്പു നാറുന്ന ചേച്ചിയുടെ ശരീരം മതിവരുവോളം ഞാൻ അനുഭവിച്ചു. അത് പിന്നീട് ഒരു പതിവായി. ഒരു ദിവസം ചേച്ചി എന്നോട് പറഞ്ഞു, എനിക്ക് ഒരു 5 ലക്ഷം രൂപ വേണം. ഞാൻ ചോദിച്ചു, എന്റെ കയ്യിൽ അതിന് അത്രയും പണം ഇല്ല. നീ എന്ത് കാണിച്ചാലും എനിക്ക് പണം കിട്ടണം. ഇല്ല എങ്കിൽ നീ എന്നെ ചെയ്തെല്ലാം ഞാൻ വീഡിയോ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നീ അറിയാതെ അത് ഞാൻ ഫോണിൽ പകർത്തി. നിന്നോട് എനിക്ക് പ്രേമം ആണെന്ന് കരുതിയോ? ഞാൻ തകർന്നു പോയി. ചേച്ചി എന്നെ ചതിക്കുക ആയിരുന്നു. ഞാൻ ആ കെണിയിൽ പെട്ടു. ഞാൻ വീട്ടിൽ നിന്നും സ്വർണം മോഷ്ടിച്ചു ചേച്ചിക്ക് പണം കൊടുത്തു. സ്വർണം എടുത്തത് ഞാൻ ആണെന്ന് എല്ലാവരും അറിഞ്ഞു. എത്ര ചോദിച്ചിട്ടും ആ പണം എന്തു ചെയ്തു എന്ന് പറഞ്ഞില്ല. നാട്ടിലും വീട്ടിലും കൊള്ളാത്തവനായി. ഒരു നിമിഷത്തെ കാമം എന്നെ നശിപ്പിച്ചു. ഇനി ആർക്കും ഇങ്ങനെ വരാതിരിക്കട്ടെ.